ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയാണ്. അപ്പോൾ ഉള്ളിൽ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ബജി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ മുട്ട ബജിനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ബജിയിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ബജിയിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് അപ്പക്കാരം കൂടെ ചേർത്തിട്ട് അഥവാ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. പിന്നെ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, ആ സമയത്ത് വെള്ളം കൂടിപ്പോവും. ഇനി അഥവാ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടി ഇട്ടിട്ട് ബാറ്റർ ഒന്ന് തിക്കാക്കി എടുത്താലും മതി. മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും കവറായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മസാലയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു 6 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 3 എണ്ണം പകുതിയായിട്ടും 3 എണ്ണം 4 പീസായിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും വേറെ വേറെ പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുഴുവനും ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ കൂട്ടിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് മുട്ടയുടെ വെള്ളയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുമ്പോഴാണ് ഫില്ല് ചെയ്യാൻ എളുപ്പം, അതുപോലെ തന്നെ കാണാനൊക്കെ ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാൻ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിലും കട്ട് ചെയ്തെന്നു മാത്രം. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും ബ്രൗൺ കളറാക്കി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജി തന്നെയാണിത്. അപ്പോൾ സാധാരണ മുട്ട മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ മസാലയൊക്കെ ആക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.